ഹായ് എവ്രി വൺ, എൻ്റെ പേര് റന അബ്ല. എൻ്റെ റിസൾട്ടൊക്കെ വന്നിട്ട് 2 ആഴ്ചയായി. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച മാർക്കിലും റാങ്കിലും എത്തിപ്പെട്ട് ഏത് കോളേജിൽ ചേരുമെന്ന് തീരുമാനിച്ചുറപ്പിക്കുന്ന കൂട്ടുകാരുണ്ട്. കൺഗ്രാറ്റ്സ്. അപ്പം ഇനി നമ്മൾ വിചാരിച്ചോടത്ത് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നമ്മൾ വിചാരിച്ചോടത്ത് എത്തിപ്പെടാൻ പറ്റാതെ പോയ കുറച്ച് കൂട്ടുകാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. നമ്മൾ 1 വർഷമായിട്ടോ 2 വർഷമായിട്ടോ കഷ്ടപ്പെട്ട് പഠിച്ച ഒരു സാധനമാണ് ഒരു 3 മണിക്കൂർ എക്സാം കൊണ്ട് കൊളായി പോയതെന്ന് വേണേൽ പറയാം. കുറേ പേർക്ക് പല കാരണങ്ങളുണ്ട്. ഒന്നുകിൽ എക്സാം ടഫായത് കാരണം പാനിക്കായിട്ട് ബാക്കി എഴുതാൻ പറ്റാതെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് കുറഞ്ഞു പോയ ഒരുപാട് പേരുണ്ട്. ഇനി റിപ്പീറ്റ് ചെയ്യണോ അതോ വേറെ കോഴ്സ് എടുത്ത് പോകണോ എന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നവരാണ് പലരും. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളോട് തന്നെ സ്വയം ചോദിച്ചു നോക്കുക, എനിക്ക് എന്തുകൊണ്ടാണ് ഇത്തവണ നീറ്റ് മിസ്സായി പോയത്? ഞാൻ നല്ലോണം പഠിക്കാത്തത് കാരണമാണ് പോയത്. എനിക്ക് ഈ ഡോക്ടറിനോട് തന്നെയാണ് നല്ല പാഷൻ ഉണ്ട്, ഈ പ്രൊഫഷന് തന്നെയാണ് എനിക്ക് വേണ്ടത്, അന്ന് അത്ര ആഗ്രഹമുണ്ട്. എന്നാൽ ഇത്തവണ പോകാൻ കാരണം ഞാൻ അത്ര നല്ലോണം പഠിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് 1 വർഷം കൂടെ പോയാൽ എനിക്ക് എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ടാൽ എനിക്ക് അടുത്ത തവണ കിട്ടും എന്ന ഉറച്ച വിശ്വാസമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ പോകാം. ഇനി അഥവാ നിങ്ങൾ ഇത്തവണ നല്ലോണം പഠിച്ചിട്ടുണ്ട്, നിങ്ങളുടെ മാക്സിമം എഫേർട്ട് എടുത്തിട്ടുണ്ട്, എന്നിട്ടും കിട്ടാതെ പോയി എങ്കിൽ അതൊന്ന് അക്സെപ്റ്റ് ചെയ്യുക. അപ്പം ചിലപ്പോൾ അത് നമുക്ക് നല്ലതായിരിക്കില്ല. നമുക്കറിയില്ലല്ലോ നമ്മുടെ ഭാവിയിൽ ഏതാ നമുക്ക് നല്ലത്, ഏതാ നമുക്ക് ചീത്തയാവാമെന്നൊന്നും. അപ്പം നമ്മുടെ കാര്യത്തിൽ നമുക്ക് ഡോക്ടർ എന്ന പ്രൊഫഷൻ ഭയങ്കര ഇഷ്ടമാണ്, അതിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നൊക്കെ ഉണ്ടാവും. പക്ഷേ എന്തെങ്കിലും ചെറിയൊരു ഫാക്ടർ നമുക്ക് നല്ലതല്ലാത്തത് ചിലപ്പോൾ നമ്മുടെ ഭാവിയിൽ ഉണ്ടായേക്കാം. അതുകൊണ്ടായിരിക്കും ചിലപ്പം നമുക്ക് ഇത്തവണ കിട്ടാതെ പോയത് എന്ന് സ്വയം ആശ്വസിച്ച് നമുക്ക് വേറെ കോഴ്സ് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാൻ എൻ്റെ ഒരു കേസ് പറയാം. കഴിഞ്ഞ വർഷത്തെ നീറ്റും ഈ വർഷത്തെ നീറ്റും കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു മാനസികാവസ്ഥ ഞാൻ ഷെയർ ചെയ്യാം. അപ്പം കഴിഞ്ഞ വർഷം നീറ്റ് 2024 നല്ല ഈസി ആയിട്ടുള്ള നീറ്റായിരുന്നു. എൻ്റെ സ്കോർ വന്നത് 635. അപ്പോൾ തുടക്കത്തിൽ മാർക്കൊക്കെ നോക്കിയപ്പോൾ ഞാൻ എവിടെയെങ്കിലുമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചു, കാരണം 600+ സാധാരണ കിട്ടാറുണ്ടല്ലോ. പക്ഷേ റാങ്കൊക്കെ വന്നപ്പോൾ മനസ്സിലായി എവിടെയും കിട്ടാൻ പോണില്ല. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് എഴുതിയതാണ്. ഞാൻ 2 വർഷമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് നീറ്റിന്. പക്ഷേ എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന ചോദ്യത്തിന് മുമ്പിൽ എനിക്ക് ഉത്തരമുണ്ട്. ഒന്നാമത്തെ കാരണം, ഞാൻ ബയോളജിക്ക് വേണ്ട രീതിയിൽ പരിഗണന കൊടുത്തിട്ടില്ല. അപ്പം ലാസ്റ്റ് നിമിഷത്തിൽ തട്ടിക്കൂട്ടി പോയി പഠിച്ചുണ്ടാക്കിയതാണ് ബയോളജി. വേണ്ട രീതിയിൽ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്തിട്ടില്ല. ടീച്ചേഴ്സ് ആദ്യമേ പറയുന്നതാണ് ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ എന്തോ ഞാനതിന് വേണ്ടത്ര ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തില്ലായിരുന്നു. പിന്നെ മോക്ക് എക്സാം ഒരു 10-15 മാക്സിമം ഞാൻ ഇപ്പോൾ എഴുതി ഉണ്ടാവുള്ളൂ. അപ്പം അത് കാരണം എക്സാം ഹാളിനകത്ത് കുറേ ഇക്വേഷൻസ് മറന്നുപോയി. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ മൂന്നാമത്തെ ഏറ്റവും വലിയൊരു മണ്ടത്തരാണ് ഞാൻ ചെയ്തത്. അതായത് ഞാൻ 2 കൊല്ലമായിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ പഠിച്ചു വരികയാണ്. പക്ഷേ ബോർഡ് എക്സാം കഴിഞ്ഞ ഉടനെ ആ ഒരു ഏപ്രിൽ മാസത്തിൽ ഞാൻ നല്ലോണം ഉഴപ്പിപ്പോയി. ഞാൻ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഒരു എക്സോസ്റ്റഡായി, പഠിക്കാൻ പറ്റാണ്ടായി. ഞാൻ കുറച്ച് ഉഴപ്പിപ്പോയി. വേണ്ട രീതിയിൽ നല്ലൊരു ഇമ്പോർട്ടൻസ് ആ മാസത്തിന് കൊടുത്തില്ല. അപ്പോൾ ഓക്കെ, നീറ്റ് കഴിഞ്ഞപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് ഈ കാരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത തവണ റിപ്പീറ്റ് ചെയ്താൽ എനിക്കിതിനൊക്കെ പ്രശ്നങ്ങൾ ഇതൊക്കെ സോൾവ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ എൻ്റെ എഫേർട്ട് ഇട്ട് 1 വർഷം പഠിച്ചാൽ എനിക്ക് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് കാരണമാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോയത്. ഇത്തവണ നീറ്റ് 2025 കഴിഞ്ഞപ്പോൾ ഞാൻ നല്ല ടഫായിരുന്നല്ലോ എക്സാം. അപ്പോൾ കഴിഞ്ഞപ്പോൾ ഒരുവിധം എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവുക കയ്യിൽ നിന്ന് പോയിന്നായിരുന്നു. അതുപോലെ തന്നെയാണ് ഞാനും വിചാരിച്ചു കിട്ടൂല എന്നാണ്. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം 1 വർഷം ഞാൻ നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ് പഠിച്ചത്. പക്ഷെ ഞാൻ തീരുമാനിച്ചതാണ് ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യൂല, വേറെ വല്ല കോഴ്സിനെ പോവുള്ളൂ എന്ന്. കാരണം ഞാൻ ഈ 1 വർഷം അന്നത്തെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ സോൾവ് ചെയ്തു. ബയോളജി തുടക്കം മുതൽ തന്നെ നല്ലോണം റിവൈസ് ചെയ്ത് പഠിച്ചു. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഒരു 60-60ലേറെ മോക്കുകൾ ഞാൻ എഴുതിയിട്ടുണ്ട് ഇത്തവണ. പിന്നെ അതുപോലെ ഏപ്രിൽ മാസമാണ് ഞാൻ അത്ര എഫേർട്ട് എടുത്തിട്ട് ലാസ്റ്റത്തെ 1 വീക്കൊക്കെ 14-15 മണിക്കൂർ ഇരുന്ന് ഞാൻ നല്ല പഠിച്ചു. പിന്നെ അടുത്ത വർഷം ഞാൻ വീണ്ടും ഒരു കൊല്ലം കൂടെ റിപ്പീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഞാനത് അക്സെപ്റ്റ് ചെയ്തു. ചിലപ്പോൾ എനിക്കത് നല്ലതായിരിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പിന്മാറി. പക്ഷേ അൽഹംദുലില്ലാ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ സ്കോർ 615 റാങ്ക് 616 ആയിരുന്നു. അപ്പം കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് കിട്ടുമെന്ന് വിശ്വസിച്ചിരിക്കുന്നു. ഇനി നിങ്ങളോട് ഇതുപോലെ ചോദിച്ചു നോക്കുക, ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ടോ? ഞാൻ ഇനി അടുത്ത വർഷം ഞാൻ 1 കൊല്ലം കൂടെ റിപ്പീറ്റ് ചെയ്താൽ ഇന്ന മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ എനിക്ക് അടുത്ത തവണ കിട്ടുമോ എന്ന് നിങ്ങൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക. ഇഫ് ഇറ്റ് ഈസ് യെസ്, നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ പോകാം.
ഇനി അല്ല, ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് ഇത്തവണ ഇട്ടിട്ടുണ്ട്. ഞാൻ നല്ലോണം പഠിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് എന്തെങ്കിലും കാരണം കൊണ്ട് കിട്ടാതെ പോയതാണെങ്കിൽ നിങ്ങൾ വേറെ കോഴ്സിന് പോകുന്നതായിരിക്കും നന്നാവുക. കാരണം ഇനി അടുത്ത തവണ നിങ്ങൾ പഠിച്ചിട്ട് മാറ്റങ്ങളൊന്നും വരുത്താനില്ലാണ്ട് വെറുതെ ഒരു കൊല്ലം കൂടെ കളയണ്ടല്ലോ. പുറത്തുനിന്ന് ആരെന്ത് പറയുന്നു ഒന്നും കേൾക്കണ്ട. ചിലപ്പോൾ നിങ്ങളോട് റിപ്പീറ്റ് ചെയ്യേ എന്ന് പറയുന്നവരായിരിക്കാം, റിപ്പീറ്റ് ചെയ്യണ്ട എന്ന് പറയുന്നവരായിരിക്കാം. പുറത്തുനിന്ന് ആര് പറയുന്ന ഒന്നും കേൾക്കാൻ പാടില്ല. നിങ്ങളുടെ മനസ്സിൽ നിന്ന് എന്ത് തോന്നുന്നോ, റിപ്പീറ്റ് ചെയ്യണം എന്നാണ് തോന്നുന്നത്, എനിക്കിതിൽ തന്നെയാണ് പാഷൻ, എന്നെക്കൊണ്ട് എന്തായാലും പറ്റും, അങ്ങനെ തോന്നുന്നെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. ഇനി അതർവൈസ് വേറെ കോഴ്സ് എടുത്ത് പോവുക. ഇനി റിപ്പീറ്റ് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മെൻ്റൽ സ്ട്രെങ്ത്ത് നല്ലോണം ഉണ്ടാക്കി വെക്കുക. ഈ ഒരു ജേർണി ത്രൂ ഔട്ട് നമുക്ക് അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാവർക്കും ഉണ്ടാവും. എക്സാമിനൊക്കെ നല്ലോണം മാർക്ക് കുറഞ്ഞ് ഡൗൺ ആയി പോകുന്ന ഒരുപാട് സിറ്റുവേഷൻസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓരോ തവണ ഡൗൺ ആകുമ്പോഴും നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ സെൽഫ് മോട്ടിവേറ്റ് ആയിരിക്കുക. എന്നെക്കൊണ്ട് പറ്റും, ഞാൻ എന്തിനാണ് ഇവിടെ വന്നത്, അപ്പം ഞാനിത് നേടിയിട്ടേ തിരിച്ചു പോകൂ എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടെ ഓരോ തവണ താഴുമ്പോഴും സ്വന്തം കയറി വരിക. വിടച്ചുയർത്താൻ ചിലപ്പോൾ ആരുണ്ടായി വരില്ല. അപ്പോൾ സ്വയം കയറി വരാൻ നമുക്ക് പറ്റണം. എപ്പോഴും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. നമ്മളെ പറ്റി മുഴുവൻ അറിയാവുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ മാത്രം. നമ്മളെല്ലാ പോസിറ്റീവും നെഗറ്റീവും കഴിവുകളും കുറവുകളും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ തന്നെയായിരിക്കും. അപ്പം നമ്മളിൽ നമുക്ക് തന്നെ വിശ്വാസം വേണം. ഞാനിത് വാങ്ങും, എന്നെക്കൊണ്ട് ഇത് വാങ്ങാൻ പറ്റും എന്ന ഒരു വിശ്വാസം നമുക്ക് തന്നെ ഉണ്ടാവുക. പിന്നെ ടെൻഷൻ എന്തായാലും ഉണ്ടാകും. അപ്പം തീരെ ടെൻഷൻ ഇല്ലാണ്ടൊന്നും കഴിയൂല. അപ്പം ഉള്ള ടെൻഷൻ മാനേജ് ചെയ്യാൻ പഠിക്കുക. ഓവർ ടെൻസ്ഡ് ആയിങ്ങാണ്ട് കുളമാക്കരുത്. നല്ല അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3 വിഷയവും കോൺസെപ്ച്വൽ ക്ലാരിറ്റി നല്ല ഉണ്ടാക്കണം. വെറും ക്വസ്റ്റ്യൻ ചെയ്യാൻ കാണാതെ പഠിച്ചാൽ മാത്രം പോരാ. ഇത്തവണക്ക് ക്വസ്റ്റ്യൻ വന്നത് കോൺസെപ്റ്റ് അറിയെങ്കിൽ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഭൂരിഭാഗം വന്നിട്ടുള്ളത്. അപ്പോൾ കോൺസെപ്ച്വൽ ക്ലാരിറ്റി നല്ലോണം വരുത്തുക, നല്ലോണം MCQs ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ലാസ്റ്റത്തെ ഒരു 3 months ഡെയിലി മോക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക. ഒരിക്കലും തളർന്നു പോകരുത്. വൺസ് നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെ വിശ്വസിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക. പിന്നെ അവിടുന്ന് പിന്തിരിഞ്ഞ് പോകാൻ പാടില്ല. നടുക്ക് വെച്ചിട്ട് പിറകോട്ട് ഓടിപ്പോകുന്ന പരിപാടി ശരിയല്ല. അടിപൊളിയായിട്ട് പഠിച്ച എല്ലാവർക്കും അടുത്ത തവണ വാങ്ങാൻ പറ്റും. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.